ശ്രീ സുഭാഷ് ബാബു, നമുക്കറിയാം മുബ തോമസിന്റെ അപകടത്തിനിടയാക്കിയ ആ പരിപാടി അത് തികച്ചും ചട്ടലംഘനങ്ങൾ അതിലുണ്ടായിരുന്നു എന്ന് ആദ്യം മുതൽ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൃത്യമായ കണ്ടെത്തൽ അവിടെ ഉണ്ടായിരിക്കുകയാണ്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ ചില നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ അവിടെ പാലിക്കപ്പെട്ടില്ല എന്ന് മാത്രവുമല്ല, കൃത്യമായ ചട്ടലംഘനം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പൊതുവില് പോലീസിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ജീവനും സ്വത്തിനും സാധാരണ പൗരന് സംരക്ഷണം കൊടുക്കുക എന്നതാണ്. അപ്പൊ അതനുസരിച്ച് ഈ ഉത്സവങ്ങള്, അതേമാതിരിയുള്ള ചന്തകള്, മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന പബ്ലിക് ഗ്യാതറിങ്, അതായത് പൊതുജനങ്ങൾ കൂടുന്ന സ്ഥലത്ത് അവരുടെ സെക്യൂരിറ്റിക്ക് ആവശ്യമായ കാര്യങ്ങൾ, മുന്നൊരുക്കങ്ങൾ പോലീസ് ചെയ്യണം. അതിനകത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ പോലീസ് അതിലിടപെടുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക. അത് തടയണമെങ്കിൽ തടയണം എന്നൊക്കെ പറഞ്ഞ് പൊതുവിലുള്ള നിർദ്ദേശങ്ങളുണ്ട്. അതായത് ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് ഒരു ജനറൽ ചാപ്റ്റർ ഉണ്ട്. അത് 231-41 പറഞ്ഞങ്ങനെ പോലീസ് മാനുവലിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ കൂടുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും അവിടെ പോലീസിനെ അറിയിക്കണം. പോലീസിന്റെ അനുവാദത്തോടു കൂടിയിട്ടേ അങ്ങനെ ഒരു ഫെസ്റ്റിവൽ നടത്താൻ പറ്റുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഇത്രയും കൂടുതൽ ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്ത് പോലീസ് അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്തതിലും പോലീസ് അറിയണം. ഇന്റലിജൻസ് സെറ്റപ്പിൽ പോലീസ് അറിഞ്ഞിരിക്കണം. അങ്ങനെ അവിടെ ചെന്നിട്ട് അവിടെ ഉണ്ടാകുന്ന എന്തൊക്കെയാണ് പരിപാടികൾ, എത്ര ആളുകൾ കൂടും, അവിടെ ഏതൊക്കെ രീതിയിലുള്ള ഈ സുരക്ഷിത പ്രശ്നങ്ങൾ ഉണ്ടാവും, അവിടെ എല്ലാ സുരക്ഷിത ക്രമങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നു, ആളുകൾ കയറാനും ഇറങ്ങാനും സൗകര്യങ്ങളുണ്ടോ, അവിടെ സ്റ്റാമ്പീഡ് ഉണ്ടാവുമോ, അതല്ല മറ്റ് അപകടങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതിനകത്ത് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ പോലീസ് അത് പരിഹരിക്കുക. അതിനുശേഷം പോലീസിന്റെ മേൽനോട്ടത്തിൽ വേണം അങ്ങനെയുള്ള ആളുകളെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനുള്ളത്. അത് അനുസരിച്ചിട്ടുള്ളൊരു ഉത്തരവാദിത്തം പോലീസിനുണ്ട്. അത് ആരും പറയണ്ട, പോലീസ് അറിഞ്ഞു കണ്ട് അതിനകത്ത് ഇടപെട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം പോലീസിനുണ്ട്. അത് ഇവിടെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ ആ സ്റ്റേജിനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്തായാലും ശരി, അവിടുത്തെ ആ സ്റ്റേജിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഇതിന് സെക്യൂരിറ്റി ഇല്ല, ഇത്ര ഉയരത്തിൽ ഇങ്ങനെ വെച്ച് അവിടെ കൈവരിയൊന്നുമില്ല, ഇവിടുന്ന് ആളുകൾ വീഴാനുള്ള സാധ്യതയുള്ള പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അത് ആരും അത് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും പോലീസിന്റെ പൊതുവിൽ അവരുടെ ഡ്യൂട്ടി സ്വഭാവത്തിനകത്ത് വീഴ്ചയുണ്ട് എന്നുള്ളത് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ എന്ന് വിചാരിച്ച് പോലീസിന്റെ തലയിൽ ഇതിക്ക് എല്ലാം കെട്ടിവെക്കാൻ പറ്റില്ല. എന്നാലും അവരുടെ ഡ്യൂട്ടി എന്നുള്ള ഒരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട് അവരത് നോക്കേണ്ടതായിരുന്നു. നോക്കിയിട്ട് ഇതിനകത്തുള്ള ന്യൂനതകൾ പരിഹരിക്കപ്പെടേണ്ടതായിരുന്നു. അവിടെയുള്ള അപകട സാധ്യതയുണ്ടെങ്കിൽ അത് മാറ്റണമായിരുന്നു. അതൊക്കെ ചെയ്യാതിരുന്നു എന്ന് പറയുന്നത് പോലീസിന്റെ വീഴ്ച തന്നെയാണ്, അല്ല എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. അത് ഓരോ അസംബ്ലി നടക്കുന്ന ശരിക്കും ഒരു കൂടുതൽ ആളുകളൊക്കെ കൂടുന്ന സ്ഥലത്താണെങ്കിൽ ബന്ധോ സ്കീം തന്നെ ഉണ്ടാക്കണം നേരത്തെ. അവിടെ ഇതിന് പിന്നെ അത്ര ആളുകളൊന്നുമില്ല, എത്ര ആളുകൾ കൂടുന്നുണ്ടോ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ബന്ധോ സ്കീമുകൾ പോലീസ് ഉണ്ടാക്കിയത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം പോലീസുണ്ട്. അത് പ്രൈവറ്റ് ആയാലും പബ്ലിക് ആയാലും. ഇനി അവര് പ്രൈവറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ ചാർജ് ഈടാക്കിയിട്ടാണ്, ടിക്കറ്റ് വെച്ചിട്ടാണെങ്കിൽ അതിന് പോലീസിന് ബന്ധോസിന് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും പോലീസിനെ സംബന്ധിച്ച് അത് കൊടുക്കണം. അത് കൊടുത്തതിന് ശേഷം അങ്ങനെ പോലീസ് ബന്ധോസ് കൊടുത്ത പോലീസിന് ചാർജ് വരെ വാങ്ങാമെന്നാണ് നിയമം പറയുന്നത്. അതുകൊണ്ട് പോലീസ് അതിന് വേണ്ട ജാഗ്രത കാണിച്ചിട്ടില്ല എന്നുള്ള പരാതി ഒരു പരിധിവരെ ശരിയാണ്. അത് അവർ മുൻകൂട്ടി ചെയ്യേണ്ടതായിരുന്നു, അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ അപകട സാധ്യതയുണ്ട്. എന്തായാലും ആ സ്റ്റേജിന്റെ കാര്യത്തിൽ സെക്യൂരിറ്റിയുടെ കാര്യം ആരും ശ്രദ്ധിച്ചില്ല എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് അവിടെ സ്പെഷ്യൽ ബ്രാഞ്ചുകാർ അവിടെ നേരത്തെ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് അർഹിക്കുന്ന ഗൗരവത്തിൽ ആരും അത് പരിഗണിച്ചില്ല എന്നുള്ള ഒരു അപാകത തീർച്ചയായിട്ടും ഇതിനകത്തുണ്ട്. അപ്പോൾ പോലീസിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടില്ല എന്ന് പോലീസിന് പറയാൻ പറ്റില്ല. പൊതുജനം അങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ന്യായമാണെന്നേ നമുക്ക് പറയാൻ പറ്റും. ശരി, ശ്രീ സുഭാഷ് ബാബു, ഇപ്പോൾ നമ്മോടൊപ്പം ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഐസൻ ജോസ് കൂടി ചേരുകയാണ്. ഐസൻ തുടരും. സർ, ഐസൻ ജോസാണ് സംസാരിക്കുന്നത്. കേൾക്കാമോ? സർ, ഇതിലിപ്പോൾ ഒരു ഗൗരവതരമായൊരു വിഷയം ഈ അടുത്ത സമയങ്ങളിലായി പുറത്തു വന്നൊരു വിവരം കൂടിയാണ്. അതായത് ഈ സ്റ്റേജിൽ മന്ത്രി ഉണ്ടായിരുന്നു, മന്ത്രിയുടെ ഗൺമാൻ ഇതിൽ സംബന്ധിച്ച് ചില പരാമർശങ്ങളൊക്കെ, അതിൽ ചില സംശയങ്ങൾ പറഞ്ഞിരുന്നു എന്നൊരു സാഹചര്യമുണ്ട്. തീർച്ചയായും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്തം അത് നിർവഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാൻ സാധിക്കില്ല എങ്കിൽ കൂടി അത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അഥവാ ഇത്തരത്തിൽ ഈ നിയമലംഘനം തുടർച്ചയായി, അതായത് കോർപ്പറേഷനിൽ നിന്നുള്ള അനുമതിയില്ല, അത്തരത്തിലുള്ള ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഈ പരിപാടി നടക്കുന്നുവെന്ന് പോലീസ് അറിഞ്ഞാൽ പോലീസിന് എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ സാധിക്കുക? അത് നിർത്തിക്കാനുള്ളൊരു സംവിധാനം, നിർത്തിവെപ്പിക്കാനൊരു സംവിധാനം ചെയ്യാൻ സാധിക്കില്ലേ?
തീർച്ചയായിട്ടും. കാരണം പോലീസ് അതിനകത്ത് ഇടപെട്ടിട്ട് ഈ ഉത്സവങ്ങളും അതേമാതിരി ആഘോഷങ്ങളൊക്കെ നടന്നിട്ട് ഏതെങ്കിലും രീതിയിലുള്ള നിയമലംഘനങ്ങളുണ്ട്, സുരക്ഷിത വീഴ്ചയുണ്ട്, അപകട സാധ്യതയുണ്ട്, അത് പരിഹരിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിർത്തിവെക്കാൻ വേണ്ടി വരെയോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിനെ, അതായത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെ ഇടപെട്ടിട്ട് അത് 144 അനുസരിച്ച് സെക്ഷൻ പഴയ CRPC 144 അനുസരിച്ചിട്ട് അതിനെ തടയാൻ വരെ പോലീസിന് നടപടി സ്വീകരിക്കാവുന്നതാണ്. അത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇവിടെ അത്ര ഗൗരവമായിട്ട് എടുത്തില്ല എന്ന് പറയുമ്പം ആരും അത് എത്ര കാര്യമായി ശ്രദ്ധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരത്തിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ അത് കൃത്യമായി അപ്രൈസ് ചെയ്യപ്പെടാത്ത സാഹചര്യം ഉണ്ടായാൽ ആ വിഷയത്തിലും നടപടി ഉണ്ടാകില്ല. ആ പ്രദേശത്തെ നടപടി ഉണ്ടാകേണ്ടതല്ലേ? അത്തരത്തിലുള്ള ആ ഉത്തരവാദിത്തപ്പെട്ട പ്രദേശത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേരെ നടപടി സ്വീകരിക്കാനുള്ള വകുപ്പുകളില്ലേ? തീർച്ചയായിട്ടും. കാരണം ഇങ്ങനൊരു ഐറ്റം കാരണം പോലീസിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് സാധാരണ ചെയ്യുന്നത് ഈ ഏതെങ്കിലും ഇവന്റുകള് അല്ലെ ജാഥകള് പ്രതിഷേധങ്ങളൊക്കെ പത്രത്തിലോ അല്ലെ മറ്റേ മാധ്യമങ്ങളിലോ ഒക്കെ കാണുന്ന ദിവസത്തിൽ അപ്പൊ തന്നെ അത് നോട്ട് ചെയ്യുകയും ആ നോട്ട് ചെയ്തതിനു ശേഷം അതിനെപ്പറ്റി ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയും ഇതിന് സംഘാടകരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുമായിട്ട് ബന്ധപ്പെടുകയും ഈ സംഘാടകൻ നടത്തുന്ന സ്ഥലം എവിടാന്ന് നോക്കിയിട്ട് അവിടുത്തെ സുരക്ഷിതത്വം പരിശോധിക്കുകയും അവിടെ വരാനുള്ള ആളുകളുടെ എണ്ണം എത്രയാണെന്നും അവിടുത്തെ സുരക്ഷിത പ്രശ്നങ്ങൾ എന്താണെന്നും ഒക്കെ നോക്കാനുള്ള ഉത്തരവാദിത്തം പോലീസിനുണ്ട്. അത് സ്വാഭാവികമായിട്ട് പോലീസ് അത് നിരീക്ഷിച്ച് പോലീസ് സ്വമേധയാ ചെയ്യേണ്ട കാര്യമാണ്. അവർ മറ്റാളുകൾ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അവർ സ്വമേധയാ അത് അറിഞ്ഞു കണ്ട് ചെയ്യണം. സാധാരണ പത്രത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ലിസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ടാവും സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസുകളിലൊക്കെ. അതനുസരിച്ച് ഓരോ ദിവസത്തെ ഇവന്റ് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓരോ ഇവന്റ് അനുസരിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് അവിടുന്ന് ജില്ലാ പോലീസ് ഓഫീസിൽ നിന്നൊരു ഇൻസ്ട്രക്ഷൻ, അതായത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അവിടെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. വലിയ വലിയ അതേമാതിരി സംഘം ആണെങ്കിൽ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് അത് ജില്ലാ പോലീസ് മേധാവികൾക്ക് ഇൻസ്ട്രക്ഷൻ പ്രത്യേകമായിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇതില് പോലീസ് അറിയേണ്ടതായിരുന്നു. അറിഞ്ഞ സ്ഥലത്ത് അവരുടെ സുരക്ഷിത പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു. അതിനകത്ത് സുരക്ഷിതമായിട്ടുള്ള അവിടുത്തെ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് ശരിയല്ലെങ്കിൽ അതിനകത്ത് ഇടപെടേണ്ടതായിരുന്നു. ഇടപെടേണ്ടതിന് ശേഷം അത് തടയണമെങ്കിൽ തടയണം, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. സാർ, ഒരു സംശയം കൂടി ചോദിക്കുകയാണ്. ഇത് ഈ വിഷയത്തിൽ അവിടെ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് കൃത്യമാണ്. മാത്രമല്ല മുന്നൊരുക്കങ്ങൾ ഉണ്ടായിട്ടില്ല. അതായത് ഒരു ഫയർ ബ്രിഗേഡിൻ്റെ സംവിധാനം പോലും അവിടെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ആംബുലൻസ് പോലും ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ, അതായത് ഈ ഇത്തരത്തിൽ വലിയ തോതിൽ ആളുകൾ കൂടുമ്പോൾ പ്രാഥമികമായി ഉണ്ടായിരിക്കേണ്ട അടിയന്തര സുരക്ഷാ സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? താങ്കളുടെ ഒരു അനുഭവം വെച്ച് താങ്കൾക്ക് അതൊന്ന് പറയാമോ? ആളുകള് അതായത് VVIPയുടെ ബന്ധമൊക്കെ ഉണ്ട്. അതിന് പ്രത്യേകിച്ച സ്കീമൊക്കെ ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ ആളുകൾ എത്ര കൂടും, അവർക്ക് എത്രമാത്രം സുരക്ഷിത പ്രശ്നങ്ങളുണ്ട്, അവിടുത്തെ അറേഞ്ച്മെന്റ് എന്താന്ന് നോക്കി അതിനകത്തുള്ള ന്യൂനതയോ ആളുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ അവരുടെ ജീവന് അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള സംരക്ഷണത്തിന് തടസ്സം വരുന്ന രീതിയിൽ, അപകടം വരുന്ന രീതിയിലുള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും സുരക്ഷിത സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസുണ്ട്. അത് സംഘാടകരോട് അവർ പറഞ്ഞ് ചെയ്യിക്കണം. അങ്ങനെ അവർ ചെയ്യുന്നില്ലെങ്കിൽ ആ പ്രോഗ്രാം തന്നെ നിർത്തിവെപ്പിക്കാൻ പോലീസിന് കഴിയും. അതൊന്നും നമ്മളിവിടെ കണ്ടിട്ടില്ല. അത് ആരും അത്ര ഗൗരവം എടുത്തിട്ടില്ല. കാരണം ഇത് സാധാരണഗതിയിലേക്ക് പോകും, ഇത്രയും വലിയൊരു രീതിയിൽ വരും എന്നാരും ശ്രദ്ധിച്ചില്ല. അത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഉദ്യോഗസ്ഥൻ അവിടെ പോയി ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ നോക്കിയിരുന്നത് തീർച്ചയായിട്ടും ആ സ്റ്റേജിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, അവിടെ നിന്നിട്ട് ഇത്രയും ഉയരത്തിൽ നിന്ന് ഒരു വ്യക്തി താഴേക്ക് വീഴില്ല. പ്രത്യേകിച്ച് അവിടെ ഒരുപാട് പേര് VIP ഇരിക്കുന്ന സ്ഥലം, മന്ത്രി ഉൾപ്പെടെ ഇരിക്കുന്ന ഒരു സ്റ്റേജാണ്. അതിൽ സുരക്ഷിതത്വം നോക്കിയില്ലെങ്കിൽ വീഴ്ച പോലീസിന്റെ അല്ലേ, നിർബന്ധമായിട്ടാണ്. അത് ചെയ്യാതിരുന്നു എന്ന് പറയുമ്പോൾ മന്ത്രി വരുന്ന അവസരത്തിൽ എന്തായാലും അവിടെ ബന്ധവസ്ഥന് പോലീസ് ഉണ്ടല്ലോ. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മന്ത്രി അവിടെ നിന്ന് വീണ്ടും താഴെ വീണ് കഴിഞ്ഞാല് ഇപ്പൊ MLA ആയതുകൊണ്ട് ഇത്രേ ആയിട്ടുള്ളൂ. മന്ത്രി ആയിരുന്നെങ്കിൽ എന്താ അതിന് ഉദ്ദേശം, പോലീസിന്റെ അവസ്ഥ എന്തായിരുന്നു? അപ്പൊ അതുകൊണ്ട് ആരല്ല നോക്കുക. ഇപ്പൊ അതുകൊണ്ട് അവിടുത്തെ സുരക്ഷിത പ്രശ്നങ്ങളാണ്. ഏത് പദവിയിലുള്ള ആളാണ് വീഴുന്നതെന്നല്ല, ആരും വീഴാൻ പാടില്ല. അതിപ്പം MLA ആയാലും മന്ത്രിയായാലും ആരായാലും ശരി സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് വീഴ്ചയാണ് എന്നുള്ളതിന് സംശയം വേണ്ട. അതില് ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളത് പ്രത്യേകിച്ച് മന്ത്രി ഉൾപ്പെടെ വരുന്ന ഒരു പൊതു ചടങ്ങായതുകൊണ്ട് അവിടുത്തെ ബന്ധുവസ് പോലീസ് നേരിട്ട് നോക്കേണ്ടതായിരുന്നു. അത് പോലീസിന് മുൻകൂട്ടി അറിയുന്നതാണ്. അത് ചെയ്തില്ല എന്നുള്ളത് വീഴ്ച തന്നെയാണ്. അതിന് ആരും തർക്കിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോലീസ് സമ്മതിക്കാൻ അല്ലെങ്കിലും ഒരു തർക്കത്തിന് ആരെങ്കിലും പറഞ്ഞാൽ തർക്കിക്കാൻ നിൽക്കില്ല അവരെന്തായാലും ശരി. അതവരുടെ വീഴ്ചയാണെന്ന് അവർക്ക് സ്വയം അംഗീകരിച്ച് പറ്റൂ എന്നുള്ളതാണ് നിയമം. ശരി, വളരെയധികം നന്ദി ഈ ഒരു അവസരത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്.